40 വർഷത്തെ ഓരോ കാസർകോട്ടെ ട്രാഫിക് പോലീസുകാരന്റെയും കഷ്ടപ്പാടിന് ഇനി വിരാമം. കാസർകോട്ടെ പഴയ ബസ് സ്റ്റാൻഡിലുള്ള ജാൽസൂർ ജംഗ്ഷനിലെ പഴയ ട്രാഫിക് സംവിധാനമാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. കേരളത്തിലെ അവസാനത്തെ മനുഷ്യ നിയന്ത്രിത ട്രാഫിക് സംവിധാനം മാറ്റം വരുത്തി പുതിയ രീതിയിലുള്ള ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനമാണ് നടപ്പിൽ വരുത്തിയിരിക്കുന്നത്. കാസർഗോഡ് ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന ട്രാഫിക് സംവിധാനമാണ് പൂർണ്ണമായും ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനത്തിലൂടെ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്ത പുതിയ സംവിധാനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് SP ശ്രീനിവാസൻ IPS ആണ്. വെയിൽ കൊണ്ടും മഴ കൊണ്ടും തളർന്ന് ഗതാഗതം നിയന്ത്രിച്ചിരുന്ന കാസർകോട്ടെ ട്രാഫിക് പോലീസിന്റെ അവസ്ഥ ദയനീയം തന്നെയാണ്. ഞാൻ ആദ്യമായി SP-യെ അഭിനന്ദിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2-3 മാസങ്ങൾക്ക് മുമ്പ് SP ഓഫീസിൽ ഞാൻ വേറൊരു ആവശ്യത്തിന് പോയപ്പോൾ യാദൃശ്ചികമായി കാസർകോട്ട് ഈ ട്രാഫിക് സർക്കിളിൽ നമ്മുടെ പോലീസുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസവും ദുരിതവും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇത് ഇന്നല്ല, വർഷങ്ങളായി പോലീസ് അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ്. മഴയത്തായാലും വെയിലത്തായാലും ഏത് പ്രതികൂല കാലാവസ്ഥയാലും ആ പോലീസുകാരെ അനുഭവിക്കുന്ന കഷ്ടപ്പാട് പ്രയാസം തീർച്ചയായും ആരുടെയും മനസ്സിൽ ഒരു വേദന ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാക്കിയ വേദന, ആ വേദന എൻ്റെ മനസ്സിലുണ്ടാക്കിയ ചലനമാണ് ഞാൻ SP-യുടെ ശ്രദ്ധയിൽ ആ കാര്യം പെടുത്താനുള്ള ഒരു കാരണം. ഒരു ചടങ്ങായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. 2 മിനിറ്റ് ആയിട്ടുള്ള ചെറിയ ചടങ്ങ് മാത്രമാണ്. നമുക്ക് എല്ലാവരും കാസർഗോഡിൽ എത്തുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്. കുറേ ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പഴയ രീതിയിൽ ഒരു പഴയ പോലീസുകാരൻ ഇപ്പോഴും സ്റ്റോപ്പ് ആണെന്നിട്ട് കാണുന്ന ഒരു പോലീസുകാരനാണ്. ആദ്യമായി നമ്മൾ നന്ദി രേഖപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി ഇനിഷ്യേറ്റ് ചെയ്ത ബഹുമാനപ്പെട്ട നമ്മുടെ ആദരണീയ MLA അദ്ദേഹത്തിന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം സ്പീഡ് പ്ലസിന്റെ ഒന്ന് വിട്ടുപോയി നമ്മുടെ ഈ ട്രാഫിക് സ്റ്റേഷനിലെ ജോസാണ് ആത്മാർത്ഥമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കാൻ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ആദരണീയനായ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസ് IPS അവർ, അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത മുഴുവൻ ഡ്രൈവർമാർ, നാട്ടുകാർ, നമ്മുടെ ഈ വാർഡിലെ കൗൺസിലർ, എല്ലാവർക്കും വിട്ടുപോയിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. 84 ജില്ല നിലവിൽ വന്ന ശേഷം ഇവിടെ ആദ്യമായി ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ടിരുന്ന കാസർഗോഡ് ആം റിസർവിലെ പോലീസുകാരായിരുന്നു. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ. ആ സമയത്ത് ഇവിടെ ഈ വെയിലത്ത് നിന്ന് ഇവിടെ ഈ കൂടാരമോ മറ്റോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഈ വെയിലത്തും മഴയത്ത് നിന്നിട്ടാണ് ഏകദേശം ഒരു 25 വർഷക്കാലം ഇവിടെ ട്രാഫിക് നിയന്ത്രിച്ചത്. ആ കൂട്ടത്തിൽ ഞാനും ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കാൻ ഒരു 25 വർഷം മുമ്പ് ഞാനും ഈ മഴയത്തും വെയിലത്തും നിന്നിട്ട് ട്രാഫിക് നിയന്ത്രിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. ഇങ്ങനെ നമുക്ക് സൂര്യാഘാതം പറ്റിയിട്ട് നമ്മുടെ രാജേഷ് സാറിൻ്റെ കൈ ഇവിടെ പൊള്ളിയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു സിഗ്നൽ ഇവിടെ ആക്കണമെന്നുള്ള കാര്യം നമ്മൾ പോലീസുകാരെല്ലാവരും കൂടി തീരുമാനിച്ചത്. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ പല സ്ഥലത്ത് തിരക്കിയിട്ടാണ് അഫ്സീറിനെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റി. അങ്ങനെ അഫ്സീറിനോട് ഈ കാര്യം പറയുമ്പോഴത്തേക്ക് അഫ്സീർ പറഞ്ഞു, ഞാൻ അത് സൗജന്യമായിട്ട് ചെയ്തു തരാം സാറേ, ആരും പൈസയൊന്നും മുടക്കണ്ട, എല്ലാം ഞങ്ങൾ ചെയ്തു തരാം. അങ്ങനെ അഫ്സീറിനോട് ഏകദേശം ഒരു 2 ആഴ്ചയായിട്ടുണ്ട് അഫ്സീറിനെ ഇത് ഏൽപ്പിച്ചിട്ട്. അഫ്സീർ വളരെ വിജയകരമായിട്ട് ഇതെല്ലാം ചെയ്തു തന്നു. അഫ്സീറിന് ഞാൻ എല്ലാവരുടെയും പോലീസുകാരുടെ പേരിൽ മൊത്തം താങ്ക്സ് പറയുന്നു. പല ഉദ്യോഗസ്ഥരും പബ്ലിക് കേരളയോട് അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. കനത്ത ചൂടിൽ സൂര്യാഘാതമേറ്റ ഒരു ഉദ്യോഗസ്ഥനെ ഇന്ന് ചടങ്ങിൽ വെച്ച് ഞങ്ങൾക്ക് കാണാനിടയായി. കയ്യിൽ നല്ല രീതിയിൽ തന്നെ പൊള്ളലേറ്റിട്ടുണ്ട്. കഷ്ടപ്പാട് ഒരുപാടുണ്ട് ഇവർക്ക്. എന്നാലും സ്വന്തം ജോലി വളരെ വൃത്തിയോടുകൂടിയാണ് കാസർകോട്ടെ ഓരോ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനും അവരുടെ ദൗത്യമെന്ന നിലയിൽ നിർവഹിക്കുന്നത്. എന്നാൽ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന രീതിയിലാണ് ദശാബ്ദങ്ങളായി കാസർകോട്ടെ ജാൽസൂർ ജംഗ്ഷനിലുണ്ടായിരുന്ന മനുഷ്യ നിയന്ത്രിത ട്രാഫിക് സംവിധാനം എടുത്തു കളഞ്ഞത്. സ്പീഡ് പ്ലസ് എന്ന കമ്പനിയുടെ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനമാണ് ഇനി ജാൽസൂർ ജംഗ്ഷനിൽ ഉണ്ടാവുക. MLA എന്നെ നെല്ലിക്കുന്നിന്റെയും കാസർകോട്ടെ ട്രാഫിക് SIയുടെയും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ജോസ് വിൻസെന്റിന്റെയും പ്രയത്നമാണ് പുതിയ സിഗ്നൽ സംവിധാനം രൂപപ്പെടാൻ കാരണം. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ട്രാഫിക് പോലീസുകാർക്ക് ഒരുപാടുണ്ട്. ഇത്തരത്തിലുള്ള പുതിയ രീതിയിലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഇവർക്ക് ചെറിയ തോതിലെങ്കിലും ആശ്വാസമേകാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. പബ്ലിക് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2019 കഴിവുറ്റ പ്രതിഭകളെ കണ്ടെത്താൻ പബ്ലിക് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 30 മിനിറ്റ് താഴെയുള്ള ഇംഗ്ലീഷ് സബ്ടൈറ്റിലോട് കൂടിയ ഹ്രസ്വചിത്രങ്ങൾ ക്ഷണിക്കുന്നു.
കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 7994422656 9495949878.